Hello dear students, has have hadum do did doesum എന്നുള്ള രണ്ട് ടോപ്പിക് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഹാസ് ഹാവ് ഹാഡ് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് യൂസ് ചെയ്യുന്നത്. ഡു ഡിഡ് ഡസ് ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ രണ്ട് വാക്കുകളും ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരു കാര്യം നമ്മുടെ കയ്യിൽ ഉണ്ടോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കാൻ നമുക്ക് ഈ രണ്ട് വാക്കുകൾ ഉപയോഗിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതെന്താന്നുള്ളത് പഠിക്കാനുള്ള ഒരു കുഞ്ഞി ട്രിക്ക് വീഡിയോ ആണ് ഇത്. ഓക്കെ, സോ ഇതെങ്ങനെ ഓർത്തെടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ പറയാം. ഇന്ന് ഡു യു ഹാവ് ഉണ്ടോ? ഇന്ന് ഡു യു ഹാവ് ഉണ്ടോ? ഇന്ന് നിന്റെ കയ്യിൽ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഇന്ന് എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ് നമുക്കറിയാം. പ്രസന്റ് ടെൻസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡു യു ഹാവ് ആണ്. ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ കയ്യിൽ ഉണ്ടോ എന്നാണ് അതിൻ്റെ മീനിങ്. ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ടോ. മനസ്സിലായോ? ഇന്ന് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് ടെൻസിൽ അപ്പോൾ ഏത് യൂസ് ചെയ്യണം? ഡു യു ഹാവ്. അപ്പം അതിൻ്റെ മീനിങ് എന്താണെന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഉണ്ടോ. ഇന്ന് ഡു യു ഹാവ് ഉണ്ടോ. മനസ്സിലായോ? ഒന്നും കൂടി പറഞ്ഞ്, ഇന്ന് ഡു യു ഹാവ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഡു യു ഹാവ് ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ മീനിങ് നിന്റെ കയ്യിൽ ഉണ്ടോ എന്നാണ്. മനസ്സിലായോ? ഇതാണ് ഇന്ന് ഡു യു ഹാവ് ഉണ്ടോ. അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് ടെൻസിൽ എന്താ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്തത് നോക്കാം. ഇന്നലെ ഡിഡ് യു ഹാവ് ഉണ്ടായിരുന്നോ? ഇന്നലെ ഡിഡ് യു ഹാവ് ഉണ്ടായിരുന്നു. ഇന്നലെ എന്ന് പറയുമ്പം പാസ്റ്റ് ടെൻസ് ആണ് നമുക്കറിയാം. പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഡിഡ് യു ഹാവ് എന്നാണ് യൂസ് ചെയ്യുക. എന്താ യൂസ് ചെയ്യുക? ഡിഡ് യു ഹാവ്. ഇതിൻ്റെ മീനിങ് എന്താണ്? ഉണ്ടായിരുന്നോ. നിന്റെ കയ്യിൽ അത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു ഹാവ് എന്നുള്ളൊരു യൂസേജ് യൂസ് ചെയ്താൽ മതി. എന്താ യൂസ് ചെയ്യുക? ഡിഡ് യു ഹാവ്. ഇന്നലെ നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നോ, വിച്ച് മീൻസ് ഇന്നലെ ഡിഡ് യു ഹാവ്. ഓക്കെ, ഡിഡ് യു ഹാവ് ആണ് ഉണ്ടായിരുന്നോ എന്ന് യൂസ് ചെയ്യണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ ടെൻസിൽ, അതായത് ഉണ്ടാകുമോ എന്നെങ്ങനെയാ ചോദിക്കാം? നാളെ നിന്റെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കണം. അത് ഇംഗ്ലീഷിൽ നാളെ വിൽ യു ഹാവ് ഉണ്ടാകുമോ ഇങ്ങനെ ഓർത്തെടുത്താൽ മതി. നാളെ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ ടെൻസ് ആണെന്ന് അറിയാം. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വിൽ യു ഹാവ്. എന്താണ് വിൽ യു ഹാവ്? വിൽ യു ഹാവ് ഉണ്ടാകുമോ. ഉണ്ടാകുമോ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മീനിങ് ആണ്. വിൽ യു ഹാവ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ആണ് നിന്റെ കയ്യിൽ ഉണ്ടാകുമോ. മനസ്സിലായോ? സോ ആദ്യം നമ്മൾ പഠിച്ചത് പ്രസന്റ് ടെൻസ് ആണ്. അതെന്താണ്? ഡു യു ഹാവ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിലോ ഡിഡ് യു ഹാവ്. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിലോ വിൽ യു ഹാവ്. ക്ലിയർ ആണോ? അത് ഓർത്തെടുക്കാനുള്ളൊരു ട്രിക്ക് മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നത്. ഇന്ന് ഡു യു ഹാവ് ഉണ്ടോ, ഇന്നലെ ഡിഡ് യു ഹാവ് ഉണ്ടായിരുന്നോ, നാളെ വിൽ യു ഹാവ് ഉണ്ടാകുമോ. ഇതൊരു പാട്ട് പോലെ നിങ്ങളങ്ങ് പഠിച്ചെടുത്താൽ നിങ്ങൾക്ക് ഏത് ടെൻസിലും ഏത് വാക്കാണ് യൂസ് ചെയ്യാന്നുള്ളതിൽ ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ വിൽ യു ഹാവ് എന്ന് ചോദിക്കുക. നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുമോ? വിൽ യു ഹാവ്. ഇനി അവരുടെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കണമെങ്കിലോ വിൽ ദേ ഹാവ്. ആ ഒരു നടുക്കുള്ള വേർഡ് മാത്രം മാറ്റിയാൽ മതി. വിൽ ദേ ഹാവ്. ഓക്കെ, നമ്മുടെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കണമെങ്കിലോ വിൽ വി ഹാവ്. എൻ്റെ കയ്യിൽ ഉണ്ടാകുമോ എന്ന് ചോദിക്കണമെങ്കിലോ വിൽ ഐ ഹാവ്. മനസ്സിലായോ? അപ്പോൾ യു ഐ വി ദേ അത് മാത്രം മാറ്റിയാൽ മതി. മനസ്സിലായോ? അത് ഐ യു ദേ വി ഹി ഷി ഇറ്റ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച വാക്കുകൾ അല്ലേ. ആ വാക്കുകൾ മാത്രം മാറ്റിയാൽ മതി, നടുക്കുള്ള വാക്ക് കേട്ടോ. അപ്പം ഈ ഡു ഹാവും ഡിഡ് ഹാവും വിൽ ഹാവും ഇതിന് നടുക്കുള്ള നമ്മുടെ സബ്ജക്ട്സ് മാത്രം മാറ്റിക്കൊടുത്താൽ അർത്ഥം മാറും. ഓക്കെ, സോ ഡു യു ഹാവ് എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിൽ ഉണ്ടോ. പ്രസന്റ് ടെൻസിലാണ് ഡു യൂസ് ചെയ്യുന്നത്, അതേപോലെ ഹാവ് യൂസ് ചെയ്യുന്നത്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കണമെങ്കിൽ ഡിഡ് യു ഹാവ് അല്ലെങ്കിൽ ഡിഡ് ഐ ഹാവ് എന്നൊക്കെയാണ് യൂസ് ചെയ്യുക. ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ആയിരിക്കും. വിൽ യു ഹാവ്, വിൽ ഐ ഹാവ് എന്നൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? സോ ഇത് നമ്മൾ രണ്ട് ക്ലാസ്സും ഡു ഡിഡ് ഡസും അതേപോലെ ഹാസ് ഹാവ് ഹാഡ് എന്നുള്ള രണ്ട് ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം കാണാം. കാരണം എന്താണ് ഈ 6 വാക്കുകൾ? ഡു ഡിഡ് ഡസും അതേപോലെ ഹാസ് ഹാവ് ഹാഡും ഈ 6 വാക്കുകൾ എന്താണ്, എവിടെയാണ് യൂസ് ചെയ്യുക, എങ്ങനെയാണ് യൂസ് ചെയ്യുക, ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്. ആ ക്ലാസ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു ട്രിക്കിൻ്റെ വീഡിയോ കാണുക. ചെറിയൊരു ടിപ്പോ അല്ലെങ്കിൽ ട്രിക്കോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. അപ്പം എഡീഷണൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. വെറുതെ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അത് മൊത്തം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇത് കാണാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ ട്യൂട്ടറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്താലും മതി. ഓക്കെ, നമുക്കിനി വേറൊരു ട്രിക്കായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.